പരിമിതികൾ ശരീരത്തിനല്ല, മനസ്സിനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അസാധാരണ ജീവിതത്തെക്കുറിച്ചാണ്. കണ്ണുകൾ കാണാത്തതും ചെവികൾ കേൾക്കാത്തതും സംസാരിക്കാൻ കഴിയാത്തതുമായ ഒരു പെൺകുട്ടി ലോകത്തിന് മുന്നിൽ തെളിയിച്ച വലിയൊരു സത്യം. ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലർ ജനിച്ചപ്പോൾ ഒരു സാധാരണ കുഞ്ഞായിരുന്നു. എന്നാൽ ഒരു രോഗത്തെ തുടർന്ന് ചെറുപ്പത്തിലെ ഹെലൻ കെല്ലറുടെ കാഴ്ചയും കേൾവിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടു. ലോകം അവൾക്ക് മുന്നിൽ പൂർണ്ണമായും ഇരുണ്ടുപോയി. ആശയവിനിമയമില്ല, പഠനമില്ല, വഴികാട്ടാൻ ആരുമില്ല. ചുറ്റുമുള്ളവർ പോലും അവൾക്ക് ഒന്നും സാധിക്കില്ലെന്ന് കരുതി. അവിടെയാണ് ഹെലൻ കെല്ലറിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. അതായത് ഹെലൻ കെല്ലറിൻ്റെ അധ്യാപികയായ ആൻ സുള്ളിവൻ അവളുടെ കയ്യിൽ വെള്ളം എന്ന വാക്ക് എഴുതിക്കൊടുത്ത നിമിഷം ഹെലൻ കെല്ലർ ലോകത്തെ ആദ്യമായി അർത്ഥത്തോടെ അനുഭവിച്ചു. ഒരു വാക്ക്, ഒരു ആശയം, ഒരു പ്രതീക്ഷ. അവിടെ നിന്ന് പിന്നെ അവളുടെ ജീവിതം പൂർണ്ണമായി മാറി. ഹെലൻ കെല്ലർ ബിരുദം നേടി എഴുത്തുകാരിയായി, പ്രഭാഷകയായി, മനുഷ്യാവകാശ പ്രവർത്തകയായി ലോകമെമ്പാടും സഞ്ചരിച്ച ആയിരക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചു. അവൾ പറഞ്ഞ ഒരു വാചകം നമ്മൾ എല്ലാവരും ഓർക്കണം: ജീവിതം ധൈര്യമായ ഒരു സാഹസമാണ്, അല്ലെങ്കിൽ അതൊന്നുമല്ല. ഇന്ന് നമ്മളിൽ പലർക്കും എല്ലാം ഉണ്ടായിട്ടും മുന്നോട്ട് പോകാൻ ഭയമാണ്. പരാജയം, വിമർശനം, ആളുകൾ എന്ത് പറയുമെന്ന പേടി, ഇവയാണ് നമ്മളെ തടയുന്നത്. എന്നാൽ ഹെലൻ കെല്ലർ നമ്മോട് ചോദിക്കുന്നു: എനിക്ക് ഒന്നുമില്ലായിരുന്നിട്ടും ഞാൻ മുന്നോട്ട് പോയെങ്കിൽ, നിനക്ക് എല്ലാം ഉണ്ടായിട്ടും നീ എന്തിനു നിൽക്കുന്നു? ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്: സാഹചര്യങ്ങളല്ല, നമ്മുടെ തീരുമാനം തന്നെയാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. നമ്മൾ വീഴാം, വഴിതെറ്റാം, വൈകാം, പക്ഷേ കൈവിടരുത്. കാരണം ശ്രമിക്കുന്നവർക്കാണ് ലോകം വഴിമാറുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ താൽക്കാലികമാണ്. നിങ്ങളുടെ കഴിവുകൾ സ്ഥിരവുമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തിയാൽ ഒരു ഹെലൻ കെല്ലർ ആവാൻ നിങ്ങൾക്കും കഴിയും. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിങ്ങൾക്കും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നന്ദി. വിശ്വസിക്കൂ, പരിശ്രമിക്കൂ, മുന്നോട്ട് പോകൂ.